ഹ്യൂമാനിറ്റീസ് കഫേയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ നോക്കാൻ പോകുന്നത് നമ്മുടെ +2 എക്കണോമിക്സിനകത്തെ മൈക്രോ എക്കണോമിക്സ് ഉണ്ടല്ലോ. അപ്പോൾ അതിനകത്തുള്ള ഒന്നാമത്തെ ചാപ്റ്റർ മുതലുള്ള ഇമ്പോർട്ടൻറ്റ് ഗ്രാഫുകളുടെ വീഡിയോ ആണ് നമ്മൾ ഇനി ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് നോക്കുന്നത് ഒന്നാമത്തെ ചാപ്റ്റർ. ഓക്കെ, ആ ഒരു ഇൻട്രൊഡക്ഷൻ ചാപ്റ്ററിനകത്തുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ പഠിക്കേണ്ട ഗ്രാഫുകൾ ഏതൊക്കെയാണെന്നാണ് ഇന്ന് നമ്മൾ പറയുന്നത്. ബാക്കി ചാപ്റ്റേഴ്സൊക്കെ തുടർന്നുള്ള ദിവസങ്ങളിൽ തന്നെ വരുന്നുണ്ട്. ഞാൻ ഓൾറെഡി നമ്മുടെ മൈക്രോ എക്കണോമിക്സിനകത്തെ എല്ലാ ചാപ്റ്റേഴ്സിൻ്റെയും എന്ത് ചെയ്തിട്ടുണ്ട്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാൽക്കുലേഷൻസ് കണക്കുകളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് വീഡിയോസ് ചെയ്തിട്ടുണ്ട്. ഞാനത് ഓൾറെഡി നമ്മളൊരു പ്ലേലിസ്റ്റ് ആയിട്ട് ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ ഞാൻ അതിനകത്ത് തന്നെ ഈ ഒരു ഗ്രാഫിൻ്റെ വീഡിയോസ് ഞാൻ അപ്ലോഡ് ആക്കിക്കോളാം. ഓക്കെ, സോ അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്താക്കുക, ആ ഒരു പ്ലേലിസ്റ്റ് കംപ്ലീറ്റ് ആയിട്ട് വാച്ച് ചെയ്യാനായിട്ട് ശ്രമിക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ഒന്നാമത്തെ ചാപ്റ്റർ അകത്തുനിന്ന് നമുക്ക് കുറച്ച് ഗ്രാഫേ നമുക്ക് പഠിക്കാനായിട്ടുള്ളൂ ഇമ്പോർട്ടൻ്റ് ആയിട്ട്. ആദ്യമേ തന്നെ നമ്മുടെ PPC അല്ലെ, PPC എന്ന് പറയുമ്പോൾ നമുക്കറിയാം എന്താണ്, പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് അല്ലേ, അല്ലെങ്കിൽ പ്രൊഡക്ഷൻ പോസിബിലിറ്റി ഫ്രോണ്ടിയർ എന്നൊക്കെ പറയുന്ന നമ്മുടെ PPC കർവ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ പഠിക്കുമ്പോൾ അതിൻ്റെ ഒരു ഡേറ്റ കൂടി നമ്മൾ പഠിക്കുക. ഓക്കെ, ജസ്റ്റ് ഇവിടെ എന്താണ് ഒരു 3 കോളംസ് പറയുന്നുണ്ട്. പ്രൊഡക്ഷൻ പോസിബിലിറ്റീസ് ആണ് ഞാനിവിടെ P.P എന്ന് ഇട്ടിട്ടുള്ളത് കേട്ടോ. പ്രൊഡക്ഷൻ പോസിബിലിറ്റീസ് ABCDE വരെ കൊടുത്തിട്ടുണ്ട്. ഗുഡ് 1 ഗുഡ് 2 നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു മെഷർമെൻറ്റ് വെച്ചിട്ടാണ്, ഈ ഒരു ഡേറ്റ വെച്ചിട്ടുള്ള ഒരു ഗ്രാഫാണ് ഇതാ കാണുന്നതെന്ന് പറയുന്നത്. ഓക്കെ, സോ എന്തായാലും നമ്മൾ ജസ്റ്റ് ഈ PPC എങ്ങനെയാണ് വരയ്ക്കുന്നത് എന്നുള്ളൊരു ഐഡിയ നമുക്ക് ഉണ്ടാവണം. ഓക്കെ, എക്സും വൈയും ആക്സസ് ഉണ്ട്. പിന്നെ PPC എന്ന് പറയുന്നത് ഈ രീതിക്ക് പോകുന്ന ഒരു കോൺകേവ് ഷേപ്പുള്ള ഒരു കർവാണ് PPC എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ ഞാൻ ഇതിനകത്ത് കുറച്ച് കാര്യങ്ങൾ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് മറ്റൊരു ചോദ്യമായിട്ട് ചോദിക്കുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. അത് ഞാൻ പറഞ്ഞുതരാം. നോക്കൂ, നമുക്ക് PPC തന്നിട്ട് ഇതിങ്ങനെ ഗ്രാഫ് തന്നിട്ട് അടയാളപ്പെടുത്താൻ വേണ്ടി ചോദിക്കാറുണ്ട്. നമുക്കറിയാം ഈ ഒരു കർവാണ് PPC, പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് എന്ന് നമ്മൾ പറയുന്നത് ആണല്ലോ. ഇനി ഈ PPCയിലുള്ള ഏതൊരു പോയിന്റും എന്തായിരിക്കും എന്ന് ചോദിക്കാറുണ്ട്. എന്താണ് PPCക്കുള്ളിലെ ഏതൊരു പോയിന്റ്, ഇത് എവിടെ ആയിക്കോട്ടെ, ഈ PPCയുടെ അകത്തുള്ള ഏതൊരു പോയിന്റ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അവിടെയെല്ലാം ഫുൾ ആൻഡ് എഫിഷ്യൻറ്റ് യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സസ് ആയിരിക്കും. ഓക്കെ, ഞാൻ ബാക്കി എഴുതിയിട്ടില്ല. നോക്കൂ, ഫുൾ ആൻഡ് എഫിഷ്യൻറ്റ് യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സസ് ആയിരിക്കും PPCയിലുള്ള ഏതൊരു പോയിന്റും എന്ന് പറയുന്നത്. ഇനി PPC കർവിന് അകത്തുള്ള ഒരു പോയിന്റ് ഏതൊരു പോയിന്റ് എടുത്താലും എന്താണ്, അണ്ടർ യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സസ് എന്നാണ് നമ്മൾ പറയുക. ഓക്കെ, അപ്പോൾ PPCക്കുള്ളിലെ PPCക്ക് അകത്ത് വരുന്ന ഏതൊരു പോയിന്റും എന്താ പറയുക, അണ്ടർ യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സസ് എന്നാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, ഇനി ഇത് PPC കർവാണല്ലോ ഇത്. ഇനി ഇതിന് പുറത്തുള്ള ഏതൊരു പോയിന്റ് നമ്മൾ എടുത്തു കഴിഞ്ഞാലും ഏതായിരിക്കും വരിക, ഗ്രോത്ത് ഓഫ് റിസോഴ്സസ്. ഓക്കെ, എന്താണ് ഗ്രോത്ത് ഓഫ് റിസോഴ്സസ് എന്നാണ് നമുക്ക് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇത് കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കുക. നമ്മൾ ആദ്യം ഞാൻ പറഞ്ഞു PPC വരയ്ക്കുക. ഓക്കെ, PPC വരയ്ക്കാൻ വേണ്ടിയിട്ട് പഠിക്കുക. എല്ലാവർക്കും അത് അറിയുന്നുണ്ടായിരിക്കണം. ഓക്കെ, PPC എങ്ങനെയാണ് വരയ്ക്കുക എന്നുള്ളത്. ദെൻ അതിനുശേഷം നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് ചോദിക്കുന്ന മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്, ഇത്തരത്തിൽ PPCയിലുള്ള ഏതൊരു പോയിന്റ് എന്ത് പറയുന്നു, PPCക്ക് അകത്ത് എന്താണ് പറയുക, പുറത്ത് എന്താണ് പറയുക എന്നുള്ളത്. ഓക്കെ, സോ അതുകൊണ്ട് ആ 3 പോയിന്റ്സ് ഡിനോട്ട് ചെയ്യുന്ന രീതി നിങ്ങൾ പഠിച്ചു വയ്ക്കുക. പിന്നെ നമുക്ക് അങ്ങനെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് എന്ന് പറയാൻ വേണ്ടിയിട്ടില്ല, പക്ഷേ അല്ലാണ്ട് നമുക്ക് പഠിക്കുന്ന ഒരു ഗ്രാഫാണ് ഈ ഒരു ചാപ്റ്ററുമായിട്ട് ബന്ധപ്പെട്ട്. നമുക്കറിയാം MOCയും നമ്മുടെ PPCയും തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പ് നമ്മൾ പഠിക്കുന്നുണ്ട്. അവിടെ 3 ഗ്രാഫുകൾ വരുന്നുണ്ട്. MOC എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാർജിനൽ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്നാണ് കേട്ടോ. അതിൻ്റെ ഒരു അബ്രിവേഷൻ വരുന്നത് മാർജിനൽ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ പറയുന്നത് ഇങ്ങനെയാണ്, MOC കൂടുകയാണെങ്കിൽ, മാർജിനൽ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് കൂടുകയാണെന്നുണ്ടെങ്കിൽ PPC എല്ലായ്പ്പോഴും ഒരു കോൺകേവ് ഷേപ്പിലായിരിക്കും. ഓക്കെ, നമ്മൾ നേരത്തെ കണ്ട പോലെ ഒരു കോൺകേവ് ഷേപ്പിലായിരിക്കും എന്നാണ് പറയുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ MOC കൂടുകയാണെങ്കിൽ PPC ഇതുപോലെ ഒരു കോൺകേവ് ഷേപ്പ് ആയിരിക്കും. ഓക്കെ, ഇനി നേരെ മറിച്ച് MOC കുറയുകയാണ്, മാർജിനൽ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് കുറയുകയാണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും, നമ്മുടെ MOC എന്ന് പറയുന്ന ഒരു കോൺവെക്സ് ഷേപ്പിലായിരിക്കും. എന്തായിരിക്കും, കോൺവെക്സ്. ഓക്കെ, കോൺവെക്സ് ഷേപ്പിലായിരിക്കും PPC എന്ന് പറയുന്ന ഒരു കോൺവെക്സ് ഷേപ്പിലായിരിക്കും. ഓക്കെ, ഞാൻ ഒന്നുകൂടി അത് പറയാം. MOC കുറയുകയാണെന്നുണ്ടെങ്കിൽ PPC കർവ് ഏത് ഷേപ്പിലോട്ട് പോകും, കോൺവെക്സ് ഷേപ്പ്, ഈ കാണുന്ന പോലെ കോൺവെക്സ് ഷേപ്പിലോട്ട് പോകും. ഇനി MOCക്ക് ഒരു മാറ്റവും ഇല്ല. ഓക്കെ, MOC മാർജിനൽ ഓപ്പർച്യൂണിറ്റി കോസ്റ്റിന് ഒരു മാറ്റവും ഇല്ല എന്നുണ്ടെങ്കിൽ എന്താണ്, നമ്മുടെ PPC എന്ന് പറയുന്നത് ഒരു ലീനിയർ ആയിട്ട് മാറും, മീൻസ് ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിട്ട് മാറും. ഓക്കെ, ഒരേ PPCക്ക് തന്നെയാണ് ഈ 3 തരത്തിലുള്ള മാറ്റങ്ങൾ സംഭവിക്കുന്നത്. MOC ചേഞ്ച് ആവുന്നതിനനുസരിച്ച്. ഓക്കെ, അപ്പോൾ ഒന്നുകൂടി നോക്കുക, MOC കൂടുകയാണെന്നുണ്ടെങ്കിൽ PPC കോൺകേവ് ആയിരിക്കും, ആൻഡ് MOC കുറയുകയാണെങ്കിൽ PPC കോൺവെക്സ് ആയിരിക്കും. MOC സെയിം ആയിട്ട് നിൽക്കുകയാണെങ്കിൽ PPC നമ്മുടെ പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് ഒരു ലീനിയർ ഷേപ്പ് അല്ലെങ്കിൽ ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിട്ട്
മാറുമെന്ന് ഓർത്തിരിക്കുക. ഇത് നമുക്കുണ്ടല്ലോ, ഇത് ഗ്രാഫ് നിങ്ങൾ അറിഞ്ഞിരിക്കണം. ആൻഡ് ഓൾസോ ഇതിനകത്ത് നിന്ന് വൺ വേർഡ്സ് ക്വസ്റ്റ്യൻസ് വരാറുണ്ട് കേട്ടോ, ഈ ഒരു റിലേഷൻ ബേസ് ചെയ്തിട്ട്. ഓക്കെ, അതുകൊണ്ട് തന്നെ നമുക്ക് അത് എന്തുകൊണ്ട് പഠിച്ചിരിക്കുന്നത് നല്ലതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് മെയിനായിട്ട് പഠിക്കണം. നിങ്ങൾക്കറിയില്ല, ഇതൊരു കുഞ്ഞു ചാപ്റ്ററാണ്. നമുക്ക് തിയറി ആയാലും ഗ്രാഫ് ആയാലും എന്താണ് വളരെ കുറച്ച് പഠിക്കാനുള്ളൂ, കാൽക്കുലേഷൻസ് ഒന്നും ഇല്ലാത്തൊരു ചാപ്റ്ററാണ്. ഓക്കെ, അപ്പോൾ ഇന്ന് ഈ ഒരു ചാപ്റ്ററുമായിട്ട് ബന്ധപ്പെട്ട് ഇത്രയും ഗ്രാഫുകളാണ് പറയാനായിട്ടുള്ളത്. ഇനി നമ്മുടെ രണ്ടാമത്തെ ചാപ്റ്റർ, ബാക്കി ചാപ്റ്റേഴ്സൊക്കെ ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, അടുത്ത ഓരോ പാർട്ടുകളായിട്ട് ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അതൊക്കെ കൂടിയിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പ്ലേലിസ്റ്റിൽ എന്താണ് ആഡ് ചെയ്തും ഇടും കേട്ടോ. ഓക്കെ, അപ്പോൾ എല്ലാവരും അതൊക്കെ ഒന്ന് എന്ത് ചെയ്യുക, വാച്ച് ചെയ്യുക. ദെൻ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്താണ് നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, കാരണം നമുക്ക് വേറെ ബാക്കി ചാപ്റ്റേഴ്സിൻ്റെ കാര്യമൊക്കെ ഇനി വരുന്നുണ്ട് കേട്ടോ. ഓക്കെ,